നാട്ടുപൈതൃകത്തിലേക്ക് സ്വാഗതം. ഇത് പുരാണപ്രസിദ്ധവും പരിപാവനവുമായ വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര മഹാക്ഷേത്രം. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആയിരക്കണക്കിന് ഭക്തന്മാർ അവരുടെ പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യാനായി വന്നെത്തുന്ന പുണ്യസങ്കേതമാണ്. ഇന്ന് കർക്കടക വാവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും നമ്മുടെ പിതൃപൈതാമഹന്മാർ നമുക്ക് തന്ന സന്ദേശങ്ങളെക്കുറിച്ചും പരിചയപ്പെടുന്ന എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. കേരളീയ ജനജീവിതത്തിൽ ആയിരത്താണ്ടുകളായി അനുഷ്ഠിച്ചു പോരുന്ന ഒരാചാരചര്യയാണ് കർക്കടക മാസത്തിലെ വാവുബലി. തങ്ങൾക്ക് ജന്മം നൽകി പാലൂട്ടി താരാട്ടി വളർത്തിയ മാതാപിതാക്കൾക്കും പിതൃപൈതാമഹന്മാർക്കും നൽകുന്ന ഉദകം ജീവിച്ചിരിക്കുന്ന സന്തതി പരമ്പരകൾക്ക് ഐശ്വര്യദായകമത്രേ. പ്രാണൻ വെടിഞ്ഞ പിതൃക്കളുടെ ആത്മാക്കൾ ഉപാധികളോടെ സഞ്ചരിക്കുന്നു എന്നും അവർ കർക്കടക വാവ് ദിവസം പ്രിയ സന്താനങ്ങൾ നൽകുന്ന ബലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുമാണ് വിശ്വാസം. അമാവാസ്യ ത്വമാവസ്യ ദർശ സൂര്യന്തു സംഗമ. സൂര്യചന്ദ്രന്മാർ ഒരേ രാശിയിൽ വസിക്കുന്ന തിഥിയാണ് അമാവാസി. 12 അമാവാസികളുണ്ടെങ്കിലും തുലാം, കുംഭം, മേടം, കർക്കിടകം എന്നിവ പിതൃതർപ്പണത്തിന് ഉത്തമമാകുന്നു. ഇവയിൽ തന്നെ അത്യുത്തമമായിട്ടുള്ളതാണ് കർക്കടക വാവ്. കാരണം പിതൃക്കളുടെ പുണ്യകാലമായ ദക്ഷിണായനത്തിലെ പ്രഥമ തിഥിയാണത്. ചന്ദ്രൻ രാശീനാഥനായും വ്യാഴം ഉച്ചസ്ഥനായും നിൽക്കുന്ന കർക്കടകത്തിലെ അമാവാസി പിതൃക്കൾക്ക് പ്രഭാതകാലമാകുന്നുവത്രേ. കർക്കടക വാവാണ് നമ്മുടെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരായനം ദൈവങ്ങളുടെയും ദക്ഷിണായനം പിതൃക്കളുടെയും കാലമാണ്. ഒരുപക്ഷെ ദക്ഷിണായനത്തിലെ ആദ്യത്തെ പ്രഥമ തിഥിയിൽ വരുന്ന വാവാണ് കർക്കടക വാവ്. ഈ അമാവാസി ദിനത്തിലാണല്ലോ നമ്മൾ പിതൃക്കളെ സങ്കല്പിച്ച് തർപ്പണം ചെയ്യുന്നത്. തർപ്പണം ചെയ്യുമ്പോൾ ഈ ബലികർത്താവ് അഥവാ ഈ ശ്രാദ്ധകർത്താവ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഈ പിതൃകർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. വളരെ ദൈവകർമ്മത്തിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഇതായിരുന്നു മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന്. സാധാരണ പിതൃക്കളെ നമ്മളുടെ ഒരു പൈതൃകം ആവശ്യമാണ്. ആ പിതൃക്കൾക്ക് വേണ്ടി പുത്രൻ എന്നുള്ള വാക്കെന്നെ അത് അറിയുന്നതാണല്ലോ. ആ നരകത്തിൽ അതാണല്ലോ പുത്രനാൽ നരകത്തിൻ്റെ ത്രാണം ചെയ്യുക. അപ്പോൾ അവരെ സ്മരിക്കുക എന്നുള്ള തന്നെ ഒരു കാരണം. അല്ലെങ്കിൽ നമ്മൾക്ക് പൈതൃകം അവകാശപ്പെടാനല്ലോ. ഇത് സാധാരണ ഇപ്പം ആചരിച്ച് വരുന്നത് തലേന്ന് ഒരു നേരം കഴിച്ച് പിറ്റേന്ന് വളരെ ഭക്തിയോടുകൂടി വെജിറ്റേറിയൻ മറ്റുള്ള ഭക്ഷണങ്ങളിൽ ഒഴിവാക്കി സാധാരണ ഒരു വ്രതം പോലെ ചെയ്യാനാണ്. ശരിക്കും അതിൻ്റെ പ്രമാണത്തിൽ
9 ദിവസം മുമ്പേ ബ്രഹ്മചര്യം വേണം. അതെ. 7 ദിവസം മുമ്പേ വപന ദീക്ഷ. സംഗമം നവരാത്രാണി സപ്തരാത്രാണി വപനം അഭ്യംഗം പഞ്ചരാത്രാണി ശ്രാദ്ധകർത്താ വിവർജയിൽ എന്നാണ് അതിൻ്റെ പ്രമാണം. അപ്പോൾ ആ നിലയിൽ വേണം നാം. ഇതൊന്നുമില്ലെങ്കിൽ തലേന്നെങ്കിലും അവർ വ്രതത്തിൽ ഒരു സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു വളരെ ഒരുക്കത്തോട് കൂടിയിട്ട് വളരെ ഭക്തിയോടും വിശ്വാസത്തിലും ചെയ്യേണ്ട ഒരു കർമ്മമായിട്ടാണ് നമ്മളെ പൂർവികരെല്ലാം വിധിച്ച് പൂർവ്വസൂരികളെല്ലാം. അത് വളരെ ചടങ്ങാണ്. നമ്മളെ സംബന്ധിച്ച് ഈ കർമ്മം ചെയ്യാത്തവർ മറ്റുള്ള കർമ്മത്തിന് പറ്റില്ല എന്ന് തന്നെയാണ്. പിതൃകർമ്മം അയോഗ്യരാണ്. ആ നിലയിലാണ്. ഈ സാധാരണ നിലയിൽ ഹൈന്ദവര് 12 വാവ് എടുക്കുന്നവരുണ്ട്. അതിൽ തന്നെ 4 വാവ് വളരെ പ്രധാനമാണ് അല്ലേ? തുലാമാസം, കുംഭത്തിലെ കർക്കിടകം. ഇതിലേറ്റവും നല്ല മാസമാണ് അമാവാസിയാണ് കർക്കിടകം. അതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഭാതകാലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഉണരുന്ന കാലം. അപ്പോഴാണ് നമ്മെ ജനിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് ജന്മം തന്ന് നമ്മെ പാലൂട്ടി താലാട്ടി വളർത്തിയ നമ്മൾ അവരുടെ മോക്ഷത്തിന് വേണ്ടി പ്രേതമുക്തി പ്രദോഭവായ അല്ലേ വൈഷ്ണവത്തിൽ ഈ വാവിന് തോറും വീടുകളിൽ ബലിക്രിയാദികൾ നടക്കുന്നുണ്ട്. അന്ന് പുരോഹിതന്മാരെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ വെക്കുന്നുണ്ട്. നേരെ മറിച്ച് ശ്രാദ്ധകർമ്മത്തിന് പുരോഹിതന് ആവശ്യമുണ്ട്. പുരാണങ്ങളിലൊക്കെ ഉണ്ട്. കാരണം ആദ്യം പുരോഹിതനെ ഗുരുവായി സ്വീകരിക്കുക, അതിനുശേഷം അദ്ദേഹം പറയുന്ന അനുസരിച്ച് ദർഭയിൽ അല്ലേ ശയ്യയിൽ കടത്തുക, അങ്ങനെയുള്ള കവ്യൻ ഉരുട്ടി വെക്കുക. അപ്പോൾ അപ്പോഴ് നമ്മൾ ഓരോ ഈ ആളുകളോടും നിന്റെ പിതാവിൻ്റെ നാമധേയം എന്നുച്ചരിച്ച് പറയുന്നില്ലേ? സാധാരണ നിലയിൽ എല്ലാ മന്ത്രത്തോട് ബ്രാഹ്മണരൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇന്ന പേരാണെങ്കിൽ അത് ഗോത്രം പേരും എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുക. അതെ അങ്ങനെ ചെയ്യേണ്ടത്. മറ്റില്ല ഇപ്പം മന്ത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് സ്മരിച്ച് ചെയ്യുക അവർ. പിന്നെ അവരെ നമ്മൾ സാധാരണ നിലയിൽ ഒരു വർഷത്തിൽ ആ നക്ഷത്രം തിഥിയാണെങ്കിൽ തിഥി, നക്ഷത്രമാണെങ്കിൽ നക്ഷത്രം, അങ്ങനെ അനുഷ്ഠിച്ച് വരാറുണ്ട്. ഇത് രണ്ടും അറിയാത്തവർക്ക് അമാവാസി. അതെ നമ്മുടെ കർക്കിടകത്തിലും ത്രാവത്തിലും ഇത് പറയുമ്പോൾ 2 ഉത്തരായണത്തിലും ദക്ഷിണായനത്തിലും ഈ 2 കിട്ടിയല്ലോ. അതാണ് ഈ 4ആയിട്ട് എടുക്കുന്നത്. 2 ഉത്തരായണത്തിലായിരിക്കും, 2 ദക്ഷിണായനത്തിലും. അതെ. അപ്പോൾ നമ്മുടെ ഈ ബലികർമാദികൾക്ക് എല്ലാം പറഞ്ഞ മട്ടിൽ ചെയ്ത് ആ പിതാവിൻ്റെ നാമധേയം ഉച്ചരിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഒരു പിതൃസ്മരണയുള്ള മകൻ്റെ കണ്ണീര് തിലോദകം അത് ശരിയാണ് മനസ്സിന്. അപ്പോൾ ഈ കവ്യൻ തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഒരു വിധി ഉണ്ടല്ലോ. ഉണ്ട്. അത് നന്നായിട്ട് സാധാരണയിലും അധികം വേവണം എന്നാണ് പറയാ. അതിവക്കൊന്തു പിതൃണാം. ദേവനാണെങ്കിൽ തളച്ചാൽ അർദ്ധവക്കൊന്തു ദേവാനാം അതിവക്കൊന്തു പിതൃണാം. കാരണം ദേവന് ചൂട് തന്നെ ഈ പ്രാണാഹുതിയാണല്ലോ. അത് ചൂടോടുകൂടി ഇത് ചെയ്യാം. തണിഞ്ഞത് പറ്റും. മറ്റേ നമ്മൾ ഉരുട്ടിയിട്ടാണ് വെക്കുക. പിണ്ണം ഉരുട്ടണം സാധാ കവ്യം. മറ്റേത് ഇപ്പം ദേവകർമ്മത്തിന് ഉണക്ക അരിയാണ് വെക്കുന്നെങ്കിൽ അത് ഹവിസ് എന്നാണ് പറയുക. ഹോമത്തിനും ഇതെല്ലാം ചെയ്യുന്നത്. ഇത് കവ്യം എന്നാണ് പറയുക. അതെ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഉരുട്ടിയിട്ടാണ് എടുക്കുക. പിണ്ണം ഉരുട്ടിയിട്ടാണ് വെക്കേണ്ടത്. അതേപോലെ എള്ളും വളരെ പ്രധാനമാണ്. പിതൃക്കൾക്ക് തിലഹവനല്ല അവരെ പ്രീതിക്ക് വേണ്ടി മോക്ഷത്തിന് ചെയ്യുന്ന. അപ്പോൾ എള്ളും അത് പൊതിഞ്ഞിട്ട് വേണം ഈ ഉരുട്ടിയിട്ട് പിണ്ണത്തിൻ്റെ എള്ളും ഇതത്ര തന്നെ ചെയ്തിട്ട്. അപ്പോൾ ഉരുട്ടി കിട്ടണമെങ്കിൽ സാധാരണയിലും വേണ്ട പറ്റും. നന്നായിട്ട് വെന്തിട്ട് തന്നെ ചെയ്യണം. സാധാരണ കണ്ടുവരുന്നത് ഇങ്ങനെ അരി പോലെല്ലാം ഉണ്ടാവില്ല. ക്ഷേത്രത്തിലില്ല നോക്കണ്ട. മറ്റ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ബദരിയിൽ ശരിക്കും ഇതന്നെയാണ്. അതെ അരി തന്നെയാണ്. സാധാരണ ചോറ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗയാശ്രാദ്ധത്തിനെല്ലാം ചെയ്യുന്നത്. ഇവിടെയൊക്കെ ക്ഷേത്രത്തിലെ അരിയും അത്രയല്ലേ പറ്റും. വേവിച്ച അരി കിട്ടുന്നില്ല. നമ്മുടെ ഈ മോക്ഷത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ദേവൻ വിഷ്ണു തന്നെയാണ്. വൈഷ്ണവ സായുജ്യമല്ല, സായുജ്യം പിതൃക്കളെല്ലാം. അതെ വിഷ്ണു പദത്തിലേക്ക് ചെയ്യാം. അതെ ഏതായാലും വിഷ്ണുവിൻ്റെ പ്രാർത്ഥനയാണ് പ്രേതമുക്തിക്കും. പ്രേതമുക്തിപ്രദോ ഭവാൻ അച്യുതാനന്ദ ഗോവിന്ദ ശംഖചക്ര ഗദാധര അക്ഷയ്യ പുണ്ടരീകാക്ഷ പ്രേതമുക്തിപ്രദോ. വൈഷ്ണവായിട്ട് തന്നെ വൈഷ്ണവ സ്മരണയോടുകൂടി ചെയ്യുക. മറ്റുള്ള ഈ അപമൃത്യുള്ളെങ്കിൽ തന്നെ നാരായണ ബലിയാണെന്നല്ല അതിന് പറയുന്ന മോക്ഷത്തിന് മറ്റുള്ളതെല്ലാം ചെയ്യുന്നത്. പിതൃകർമ്മം വളരെ പ്രധാനം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അതല്ലേ ഓരോരോ ഈ ശേഷക്രിയാതിരഹിത പ്രേത കർമ്മ ബഹിഷ്കൃത പിശാചദേഹമാശ്രിത്യ പിശീജാതി ചരത്യസോ എന്നാണ് പ്രമാണം. പിശാചത്വം ഉണ്ടാവുന്നതാണ് ഈ കർമ്മങ്ങൾ ചെയ്ത. ജീവോമൃതസ്യ ചരതി സ്വധാപീന.
അതായത് ശരിക്കും ഇങ്ങനെ മരിച്ച ജീവൻ സഞ്ചരിച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു സമാധാനത്തിന് വേണ്ടി ഉപാധികൾ സഞ്ചരിക്കുന്നു. അതിനാണ് നമ്മൾ ഈ ഏകോദിഷ്ടമൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ അതെ അത് ചെയ്യാം. നമ്മൾ സ്മരിക്കുമ്പം ക്ഷേത്രകുണ്ടത്തെ എല്ലാ നമ്മളെ പിതാമഹന്മാരും എല്ലാം സ്മരിച്ചു പിതൃക്കൾ അതെ മാത്രമല്ല അതെ ആ ഒരു സ്മരണ നമ്മൾ അത്രയെങ്കിലും ചെയ്യണ്ടേ അവർക്ക്. നമ്മൾക്ക് ഇത്രയും നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ജന്മം നൽകിയിട്ട് നമ്മൾക്ക് വേണ്ടി ആ ഒരു സ്മരണയെങ്കിലും ഇല്ലെങ്കിൽ ഇന്നിപ്പം മറ്റില്ലെങ്കിലും നമ്മൾ മത്സരിക്കുമായി കല്യാണമായാലും വേറെ എല്ലാം. മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ലല്ലോ ശേഷം ഒരു തരത്തിലോ പഴയ കാലത്ത് നിർബന്ധമായിട്ട് അടിയന്തരമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരും അതിന് പങ്കെടുക്കില്ല, അത് പോവില്ല എന്നാണ് ഇതാക്കിയാൽ. പഴയ കാലത്തെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തുമായിരുന്നു. അന്ന് പണ്ടുള്ളവരെ തീരുമാനിച്ചിട്ടുണ്ടാവുക ഈ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് 12 ദിവസങ്ങളും അദ്ദേഹത്തെ അതെ. പിന്നെ അതല്ല അവരൊക്കെയായിട്ട് അവസാനം കൊടുക്കാൻ പറ്റുന്ന എല്ലാവരും വിളിച്ച് കൂടിയവരൊക്കെ എല്ലാം മേടിച്ചൊരു ഭക്ഷണം. ഇന്നിപ്പോൾ അത് തീരെ ഇങ്ങനെ വിളിച്ചാലും നിങ്ങൾ ഒരിക്കലും ആൾ വരൂല എന്നുള്ളൊരു അവസ്ഥയിലാണ്. മറ്റുള്ളവരിൽ ഇപ്പം മത്സരമല്ലേ നമ്മളിപ്പോൾ കല്യാണം. ഇപ്പോഴേ നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടത് ഇതൊരു ഒരു പ്രകടനമായിട്ട് പോയില്ലേ. അതിപ്പം എല്ലാം മനസ്സല്ലേ എല്ലാം പ്രധാനം. അതെ അതിപ്പം നമ്മൾ ഏത് മേഖലയിലും നമ്മൾക്കിപ്പോൾ അത് കാണാം ഒരു ഇതായിട്ട് വരുന്നത്. അതല്ല ഇതെല്ലാം ഉള്ളിൽ തട്ടിയിട്ട് തന്നെയാണ് വേണ്ടത്. അവിടെ ഞാൻ 1-2 പേരുടെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. അത് ആ ഒരു സ്മരണയല്ലേ അന്നേരം നമ്മൾക്ക് എന്തായാലും നമ്മൾ അറിയാതെ വരുന്നതാണ്. ഇത് ഒരു പ്രകടനമാകുമ്പോൾ അതെന്തായാലും ഇത് മനസ്സിലാവുമല്ലോ. അത് അങ്ങനെയുള്ളൊരവസ്ഥ. ഈ മോക്ഷത്തിന് തന്നെ മനസ്സന്നല്ലേ എല്ലാം. ബദ്ധായ വിഷയാസംഗോ മുക്തോ നിർവിഷയം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്നല്ലേ. മനസ്സന്നല്ലേ പ്രധാനം. മനസ്സ് ചെയ്താൽ ഇപ്പം ദാനമായിട്ട് നമ്മൾക്ക് കൂട്ടാൻ പോയി അവരെ സ്മരിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രധാനമാണ്. ഇന്നിപ്പം നമ്മളെ വൃദ്ധസദനം നമ്മൾ അവരെല്ലാം എവിടെയെങ്കിലും കൊണ്ടാക്കുന്ന ഒരു അവസ്ഥയിലല്ല. അച്ഛനും അമ്മേനും ഇപ്പം നമ്മൾക്കൊരു ഭാരം പോലെയല്ല. അപ്പോൾ പിന്നെ ഈ ഇല്ല സമയത്ത് നോക്കാണ്ട് പിന്നെ എന്ത് ശേഷക്രിയ. അതെ അതാണ് അതല്ലേ എൻ്റെ സ്ഥിതി. അക്ഷരജ്ഞാനവും ശാസ്ത്രബോധവുമില്ലാതിരുന്ന പൂർവ്വപിതാക്കന്മാർ പരിഷ്കാരത്തിൻ്റെ പെരുവെള്ളപ്പാച്ചിലിൽ മരണാനന്തരക്രിയകളും ബലിച്ചോറൂട്ടലും കളമൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പതുക്കെ പൈതൃക നന്മകളുടെ തിരിച്ചറിവിലേക്ക് നാം കൺതുറക്കാൻ തുടങ്ങിയിരിക്കുന്നു.